നമസ്കാരം പ്രിയമുള്ളവരെ, കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധി ധനസഹായ പദ്ധതിയുടെ വർഷം 6000 രൂപ നമ്മളുടെ വീടുകളിൽ വാങ്ങുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഈ വേരിഫിക്കേഷനും അല്ലെങ്കിൽ കർശന പരിശോധനകളൊക്കെ നേരിടേണ്ടി വരുന്ന ചില ഗുണഭോക്താക്കളുണ്ട്. ഒരു പക്ഷേ അവർക്ക് ആനുകൂല്യം മുടങ്ങുന്നതിന് കാരണം പോലും ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവയൊന്ന് ശ്രദ്ധിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് അനുസരിച്ച് നമ്മളുടെ സംസ്ഥാനത്തും പരിശോധനകൾ നടത്തപ്പെടുന്നുണ്ട്. നിലവിൽ ഒരു റേഷൻ കാർഡിൽ തന്നെ ഒന്നിലധികം ആളുകൾ അപേക്ഷ വെച്ചവരുണ്ട്. രക്ഷിതാക്കളും അവരുടെ മക്കളും ഉൾപ്പെടെ അപേക്ഷ വെച്ച ചില ആളുകളുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ അറിയിപ്പ് കാണിക്കുന്നത്. അങ്ങനെയുള്ളവരെ കൃത്യമായിട്ട് പരിശോധിക്കുമെന്നും അതിൽ എത്ര ഗുണഭോക്താക്കളാണോ നിലവിൽ ഈ ഒരു ആനുകൂല്യം തട്ടിയെടുത്തിട്ടുള്ളത് അങ്ങനെയുള്ളവർ തിരികെ അടയ്ക്കേണ്ടതായിരിക്കും. അതായത് ഒരു ഗുണഭോക്താവിന് ആനുകൂല്യം നിലനിർത്താൻ ബാക്കിയുള്ളവർ വാങ്ങിയ തുക അത്രയും തിരികെ അടയ്ക്കേണ്ടതാണ്. ഒരു റേഷൻ കാർഡിൽ ഒന്നിലധികം പേർക്ക് ഇത് വാങ്ങാൻ അർഹതയില്ല. ഒരു റേഷൻ കാർഡിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാൾ എന്ന ക്രമത്തിലാണ് സഹായത്തിന് അർഹതയുള്ളത്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ നിയമം കർശനമാക്കിയിട്ടുള്ളത്. രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ഈ ഒരു പദ്ധതിയിൽ അംഗത്വം എടുക്കുന്ന സമയത്ത് നമ്മൾ ഹാജരാക്കിയ രേഖകളിൽ പൊരുത്തക്കേടുകളുണ്ട് എങ്കിൽ, അതായത് 2019 ഫെബ്രുവരി മാസം വരെ ഭൂമിക്ക് കരമടച്ചുകൊണ്ടിരുന്ന ഭൂമി രജിസ്ട്രേഷൻ ഉള്ളവർക്ക് കുഴപ്പമില്ല. എന്നാൽ അതിനുശേഷമുള്ള ഭൂമി വിശദാംശങ്ങളാണ് സമർപ്പിച്ചിട്ടുള്ളത് എങ്കിൽ 2019 ഫെബ്രുവരി മാസത്തിന് ശേഷം ഭൂമി രജിസ്ട്രേഷൻ ചെയ്ത് കരമടയ്ക്കുന്ന രസീത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സമർപ്പിച്ചിട്ടുള്ളത് എങ്കിൽ നമ്മളുടെ ആനുകൂല്യം മുടങ്ങാൻ സാധ്യതയുണ്ട്. അത്തരം ആളുകൾക്കും ഈ പരിശോധനകൾ നേരിടേണ്ടി വരും. അവരുടെ ആപ്ലിക്കേഷനുകളെല്ലാം ഡിഫക്റ്റീവ് ആക്കിയ ശേഷം പിന്നീട് ഒരു ഫിസിക്കൽ വേരിഫിക്കേഷന് വേണ്ടിയുള്ള റിക്വസ്റ്റാണ് ഈ സമയത്ത് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ നിയോഗിക്കുന്ന പ്രത്യേക ഉദ്യോഗസ്ഥരായിരിക്കും നമ്മളുടെ രേഖകൾ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കുക. ഹിയറിങ്ങിന് വിളിക്കുന്ന പോലെ ഒരു സംവിധാനമായിരിക്കും ചിലപ്പോൾ നടപ്പാക്കുകയും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഭൂമിയുടെ രേഖകൾ അത് കൃത്യമായിട്ട് ഹാജരാക്കി 2019 അല്ലെങ്കിൽ 2018-19 കാലയളവിൽ നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ട് എന്ന് ഒരു പക്ഷേ നമ്മൾ തെളിയിക്കേണ്ടി വരും. അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ തുക അത്രയും സർക്കാരിലേക്ക് തിരികെ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ആദായ നികുതി അടയ്ക്കുന്നവരാണ്. കൃത്യമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ അവർ ഈ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം കൂടി വാങ്ങുന്നുണ്ട് എങ്കിൽ ആധാർ പരിശോധനയിലൂടെയാണ് ഇത് പിടിക്കപ്പെടുന്നത്. അങ്ങനെയുള്ളവർ കൃത്യമായിട്ട് വീടുകളിലേക്ക് നോട്ടീസ് എത്തും. വാങ്ങിയ തുക തിരിച്ചടയ്ക്കാനുള്ളൊരു നോട്ടീസായിരിക്കും അതിലൂടെ നൽകുക. ഈ തുക തിരിച്ചടച്ചില്ല എങ്കിൽ റവന്യൂ റിക്കവറിക്ക് വരെ സാധ്യതയുണ്ട് എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നിലവിൽ സാധാരണപ്പെട്ട കർഷകർക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ്. എന്നാൽ സാമ്പത്തികമായിട്ട് ഉയർന്ന വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ ആനുകൂല്യം ഈ രീതിയിൽ തട്ടിയെടുത്തിട്ടുള്ളവരുമാണ് തിരികെ അടയ്ക്കേണ്ടി വരുന്നത്. അത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളതാണ്. ഇനി സംസ്ഥാന സർക്കാരിനായിരിക്കും ഇത് റിക്കവറി ചെയ്യുന്നതിനുള്ള പ്രത്യേക അധികാരം ഉണ്ടായിരിക്കുന്നത്. ഇനി പ്രൊഫഷണൽ ജോലിയുള്ളവർ കർഷകരാണ് എന്ന വ്യാജേന ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അഡ്വക്കേറ്റ്മാർ, CA അങ്ങനെയുള്ളവർ ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ജാഗ്രത പുലർത്തണം. ഇതുകൂടാതെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലുള്ളവരോ സർവീസ് പെൻഷനൊക്കെ വാങ്ങുന്ന വ്യക്തികളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ കൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിലവിൽ അവരിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല എങ്കിലും നിലവിൽ ഈ ഒരു ലിസ്റ്റിൽ ഇങ്ങനെയുള്ള വ്യക്തികളെ കൂടി കൃത്യമായിട്ട് പരിശോധനാ വിധേയമാക്കുമെന്ന് അറിയിപ്പുണ്ട്. അപ്പോൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഈ കർഷകരുടെ ആനുകൂല്യം വാങ്ങുന്നവർ ക്ലാസ് 4 ജീവനക്കാരോ ഗ്രൂപ്പ് D വിഭാഗത്തിലുള്ളവരോ ആണെങ്കിൽ അവർക്ക് ഇളവുകളുണ്ടായിരിക്കും. അപ്പോൾ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം അർഹതയുള്ള കർഷകരുടെ കൈകളിലേക്ക് സുരക്ഷിതമായി തന്നെ എല്ലാ പ്രാവശ്യവും എത്തിച്ചേരട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.